കർണാടകത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നലെ രാവിലെയോടെ രാഹുൽ ബാംഗ്ലൂരിലെത്തി എന്നുള്ള വിവരമാണ്. തമിഴ്നാട് കർണാടക ബാംഗ്ലൂരിലെത്തി എന്നുള്ള വിവരമാണ്. തമിഴ്നാട് കർണാടക അതിർത്തിയിലാണ് ബാംഗ്ലൂർ. പോലീസ് സംഘം എത്തിയപ്പോഴേക്ക് ബാംഗ്ലൂരിൽ നിന്നും കടന്നു എന്നുള്ള വിവരമുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും കർണാടകത്തിലേക്ക് ഏതാണ്ട് 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. കർണാടകത്തിലേക്ക് കടന്നത് ഇന്നലെ ഉച്ചയോടെ എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. രാഹുൽ പോയ കാറും കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും രാഹുൽ കൊണ്ടുപോയ കാർ കണ്ടെത്തിയിരിക്കുന്നു. രാഹുൽ ഒളിവിലാവുന്നു. രാഹുൽ കടന്ന് കേരളം വിട്ട് കർണാടകയിലേക്ക് എത്തുന്നു. കർണാടകയിൽ നിന്ന് ഈ മനുഷ്യന് പിടിക്കാൻ കിട്ടുമെന്ന് വലിയ പിടുത്തൊന്നുമില്ല. അയാൾ അവിടുന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു MLAക്ക് ഇങ്ങനത്തെ ഒരു ദുർഗതി വരുന്നുണ്ടായിരിക്കുക. ആരാണ് ഇതിന്റെ പുറകില്? രാഹുൽ ഇങ്ങനെ ചതിച്ചത് ആരാണ് ഇത്തരം വീഡിയോസുകളും ഇത്തരം ഓഡിയോസുകളും മറ്റൊക്കെ ഈ ചാനലുകൾക്ക്, പ്രത്യേകിച്ചിട്ടും റിപ്പോർട്ടർ ചാനല് ഇങ്ങനെ പകർത്തി കൊടുത്തുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അന്വേഷണത്തെ പരിധിയിൽ വരണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം കേട്ടോ. ഇനിയിപ്പോൾ ആലോചിക്കുന്നേ, രാഹുൽ എന്തായാലും അറസ്റ്റിലാവാൻ പോവാണ്. മൂപ്പര് ഒളിവിലാണ്. അയാളെ സപ്പോർട്ട് ചെയ്തതിന് ഇപ്പൊ 2 പേരാണ് പകർത്തി കിടക്കാൻ പോകുന്നത്. ഇതിപ്പോ ഒരാൾ അകത്തായി. അത് രാഹുലിന്റെ അതേ പേരിലുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ. ആ ചെങ്ങാതി അകത്തായി. ഇപ്പൊ അയാൾ നിരാഹാരത്തിലാണ്. ഏതൊരു സുപ്രീം കോടതി വിധിയുടെ ലംഘനത്തിന്റെ ഭാഗമായിട്ടാണ് അയാൾ ഇപ്പോൾ അകത്ത് കിടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആരെയാണ് പീഡിപ്പിച്ചത് ആ ഇരയുടെ ഫോട്ടോ അടക്കം പബ്ലിഷ് ചെയ്തിട്ട് സ്ത്രീകൾക്കെതിരെ അതിഭീകരമായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഈശ്വർ അകത്തായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇയാളാണെങ്കിൽ പീഡിപ്പിച്ചതിന്റെ പേരിൽ. ഇയാൾ മാത്രമല്ലെന്നേ, വേറൊരു മനുഷ്യൻ കൂടിയുണ്ട്, സന്ദീപ് വാര്യർ എന്ന് പറയുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ BJP-കാരനായിരുന്നു. ഈ അടുത്ത കാലത്താണ് BJP നിന്ന് കഴിഞ്ഞ ആ ഒരു പാലക്കാട് ഇലക്ഷന്റെ ഭാഗമായിട്ട് അവിടുത്തെ BJP-യെ തറ പറ്റിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു തലേ ദിവസമൊക്കെ അങ്ങോട്ട് നമ്മുടെ കോൺഗ്രസിലേക്ക് മാറുകയും അത്യാവശ്യം നല്ല സ്ഥാനമാനങ്ങൾ കിട്ടുകയും മുന്നോട്ട് പോവുകയും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് സന്ദീപ് വാര്യരും ഒളിയിലാണെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും ഇയാളുടെ ചുവന്ന കാറ് ഏതൊരു നടിയുടെ ഒപ്പമാണ് ഓടിപ്പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലെ ആ നടിയെക്കുറിച്ച് അപവാദ പ്രചാരണം നടത്തുകയാണെങ്കിൽ അത് ഇവർക്കൊരു അനുകൂലമായിട്ടുള്ള ഘടകമായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും എവിടെ എത്തി നോക്കാം. ആൾക്കായി തിരച്ചിൽ നടത്തുകയാണ്. ബാംഗ്ലൂരിൽ നിന്നും രാഹുൽ പോയത് മറ്റൊരു കാറിലാണ്. അറോഷിപാൽ പ്രധാനപ്പെട്ട വിവരങ്ങളുമായി. റോഷിപാൽ ഇപ്പോൾ തമിഴ്നാട്ടിലാണ് എന്നുള്ള സൂചനകൾ നേതൃത്വത്തിൽ സഹായത്തോടു കൂടി അവിടെ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഇപ്പോൾ കർണാടകയിലേക്ക് കടന്നു എന്നുള്ള സൂചന. രാഹുൽ ബാംഗ്ലൂരിൽ രാവിലെ എത്തി. ഇങ്ങനെ ബാംഗ്ലൂരിൽ എത്തുന്നു, പിന്നീട് അവിടുന്ന് കർണാടകത്തിലേക്ക് കടക്കുന്നു, പിന്നീട് അവിടുന്ന് വേറെ വല്ല സ്ഥലത്തേക്കും കടക്കുന്നെങ്കിൽ ഇയാളുടെ ലിങ്ക് ആലോചിച്ച് നോക്കുന്നത് എന്തൊരു ഭീകരമായിട്ടുള്ള ലിങ്ക് ആയിരിക്കും, എന്തൊരു ബന്ധമായിരിക്കും ഒരു മനുഷ്യനായിരിക്കുക. അങ്ങനെ വ്യക്തമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് മാത്രമല്ലേ ഇയാൾക്ക് വളരെ പെട്ടെന്ന് രക്ഷപ്പെടാനൊക്കെ സാധിക്കുന്നത്. ആരാണ് ഇയാളെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത്? ചെറിയൊരു വർത്തമാനമുള്ളത് ഇവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ് സഹായിക്കുന്നത്. ഇയാളെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ വിഷയം അവിടെ അവസാനിക്കും. ഈ നിയമസഭാ ഇലക്ഷൻ വരെയൊക്കെ ഈ സംഗതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്തായാലും പലരുടെ ആവശ്യമാണല്ലോ. അവിടെ നിന്നും പിന്നീട് നീങ്ങി എന്നാണ് മനസ്സിലാക്കേണ്ടത്. സഹായവുമുണ്ട്, സഹായത്തിന് ഒരാൾ കൂടെയുണ്ട്. അതാണ് എന്ന സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ടോ ഋഷിപാൽ? സ്മൃതി, രാഹുൽ കർണാടകയിൽ ആദ്യം തമിഴ്നാട്ടിലായിരുന്നു, പിന്നീട് കർണാടകയിലേക്ക് കടന്നത് ഇന്നലെ ഉച്ചയോടെ എന്നാണ് ഇപ്പോൾ പോലീസ് ലഭിച്ചിരിക്കുന്ന വിവരം. തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ബാംഗ്ലൂർ എന്ന സ്ഥലത്താണ് അവിടെ ആദ്യം കണ്ടു. അവിടെ പോലീസ് സംഘം എത്തിയപ്പോൾ അവിടെ നിന്നും കടന്നു. ബാംഗ്ലൂരിൽ നിന്നും കർണാടകയിലേക്ക് ഏതാണ്ട് 10 മിനിറ്റ് ദൂരം മാത്രമാണ്. അങ്ങനെ കർണാടകയിലേക്ക് കടന്നത് ഏതാണ്ട് ഇന്നലെ ഇതേപോലെ വളരെ പെട്ടെന്ന് ഓടിപ്പോകില്ല രക്ഷപ്പെട്ട പണ്ടത്തെ ഒരാളാണ്. അയാളെപ്പോഴും പിടികിട്ടിയിട്ടില്ല കേട്ടോ. ഇനി അങ്ങനത്തെ ഒരു പിടികിട്ടാ പുള്ളിയായിട്ട് ഈ ചെങ്ങാതി മാറുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ എല്ലാവരും സംശയം. പക്ഷേ ഇങ്ങനെ ആവുന്ന സമയത്തും വേറെ വാർത്ത കൂടി വരുന്നുണ്ട്. അത് അതിഭീകരമായിട്ടുള്ള വാർത്തയാണ്. അതിങ്ങനെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്ന പോക്കിൽ ആരെയൊക്കെ കൊണ്ടുപോകുന്നേ അറിയണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ച രാഹുൽ ഈശ്വർ അകത്തായി. മറ്റൊരാൾ സന്ദീപ് വാര്യർ പാലക്കാട് സീറ്റ് പ്രതീക്ഷിച്ചു നിന്നതാണ് ഇപ്പോൾ ഒളിവിൽ പോകുന്ന അവസ്ഥയെത്തി. അതും ഒരു അതിജീവിതയെ അപമാനിച്ചു എന്നതിന്റെ പേരിലുള്ള കുപ്രസിദ്ധമായ കേസിലാണ് പോകുന്നത്. സ്വാതന്ത്ര്യ സമരം നടത്തിയതിന്റെ പേരിലൊന്നുമല്ല. മറ്റു 2 കോൺഗ്രസ് നേതാക്കൾ കൂടിയുണ്ട്. ഇനി അതിന്റെ കൂടെ ഇപ്പോൾ മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവ് വീട്ടിൽ സൂക്ഷിച്ച കാറാണ് ഈ ചുവന്ന പോളോ കാർ എന്ന് മനസ്സിലാക്കുന്ന ഒരു നടിയുടേതാണ്. അപ്പോ ആ കാറിന്റെ ഉടമയായ നടിയെ ചോദ്യം ചെയ്യും. ഇനിയിപ്പോ ഈ കോൺഗ്രസ് നേതാവിനെ കൂടി ചോദ്യം ചെയ്താൽ അതും പെട്ട്. അപ്പോൾ കൂടെ നിൽക്കുന്നവരെ കൂടി പരമാവധി പണി കൊടുത്തിട്ടാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എത്രയും ഒളിവിലിരിക്കുന്നോ അത്രയും ബാക്കിയുള്ളവർക്ക് കൂടി തലവേദന ഉണ്ടാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് മുതിർന്ന നേതാക്കൾ കരുതുന്നത്. അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു. ഇന്നത്തെ ദിവസം രാഹുൽ ദിനമാണോ അല്ലയോ കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്നത്തെ ദിനം രാഹുൽ എന്തായാലും രാഹുൽ ദിനം തന്നെയാണ് എനിക്ക് തോന്നിപ്പോകുന്നത്.
ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ കേരള ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു ഒളിച്ചു കടക്കലൊക്കെ രാഷ്ട്രീയപരമായി നമ്മുടെ പണ്ട് കാലത്ത് ഈ കോൺഗ്രസ്സുകാരൊക്കെ നമ്മളൊക്കെ ഈ ഒളിവിൽ പോവുക എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒളിവിൽ കിടക്കുക, ആ ഒരു അടിയന്തരാവസ്ഥയുടെ ഭാഗമായിട്ടൊക്കെ ഒളിവിൽ കിടക്കുക എന്നുള്ളത് രസകരമായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ അതൊന്നുമില്ലെന്നേ, ഒരു പെണ്ണിനെ അപമാനിച്ചതിൻ്റെ പേരിലാണ്. വിവാഹ വാഗ്ദാനം ചെയ്തിട്ട് അവരെ അപമാനിക്കുന്നു, അതിഭീകരമായിട്ട് അവരെ ഗർഭിണിയാവുന്നു, അത് കഴിഞ്ഞ ശേഷം അത് ആ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു, അവരെ തഴയുന്നു. ഇതിൻ്റെയൊക്കെ പേരിലാണ് ഒന്ന് ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഇയാൾക്ക് കഴിഞ്ഞില്ല എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വൻ പരാജയമാണ്. ഒരു വലിയ പ്രതീക്ഷയായിരുന്നു കേട്ടോ. ഒപ്പം തന്നെ ഇപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്നത് രാഹുലിനോട് എതിർപ്പുള്ള കോൺഗ്രസിൽ തന്നെയുള്ള ചില മുതിർന്ന നേതാക്കൾ കൂടിയിട്ടാണ് ഇയാളൊക്കെ കൊടുക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും കാറ് ആരുടേതാണോ അയാൾ കൊടുക്കാൻ പോകുന്നുണ്ട്, ഏത് നടിയുടേതാണെന്ന് പറയുന്നുണ്ട് അയാൾ കൊടുക്കാൻ പോകുന്നുണ്ട്. ആ നടിയുടെ കാറ് സൂക്ഷിച്ചു വെച്ച കോൺഗ്രസിലത്തെ ഏതൊരു മുതിർന്ന നേതാവുണ്ടത്തെ അയാളും കൊടുക്കാൻ പോകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക നല്ല എല്ലാ ആൾക്കാരെയും കുടുക്കിയിട്ടാണ് പോവുക. അടുത്ത തവണ നിയമസഭാ ഇലക്ഷനിൽ ഒരു നല്ല സീറ്റ് കിട്ടേണ്ട ഒരാളായിരുന്നു സന്ദീപ് വാര്യർ, ഒരു സംശയമില്ല. അയാൾക്ക് സീറ്റ് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ആ സന്ദീപ് വാര്യരും ഇപ്പോൾ ഒളിവ് എന്നെ കേൾക്കുന്നത്, അല്ലെങ്കിൽ ആ ചങ്ങാതിയും അറസ്റ്റിലാവും. എനിക്ക് മനസ്സിലാവാത്തത് ഇവന്മാരൊക്കെ ഈ ആനപ്പൂടൊന്നുമല്ലല്ലോ കണ്ടുപിടിക്കാൻ മാത്രം പ്രയാസമുള്ള ആളുകളല്ലല്ലോ, അത് വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളല്ലേ അല്ലേ. രാഷ്ട്രീയത്തിലൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ആളുകളല്ലേ. വളരെ പെട്ടെന്ന് ഇവർ എങ്ങോട്ടാണ് ഒളിച്ചു പതുങ്ങിയൊക്കെ പോകുന്നതെന്നുള്ള വിവരമൊക്കെ ഈസി ആയിട്ട് ആളുകളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ലേ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള, നമുക്കിപ്പോൾ ഒരു എലിയനെ കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, എലിയെ തപ്പിപ്പിടിക്കാൻ വലിയ പ്രയാസം. ഒരു ആനയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ എളുപ്പമല്ലേ. എനിക്ക് തീരെ മനസ്സിലാവില്ല. ബബായ്, നിങ്ങൾക്ക് വലിയ മനസ്സിലാവുന്നില്ലെന്ന് എഴുതിയിരിക്കണേ.